അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഗൾഫിൽ പോകുന്ന ഗദ്ദാമയുടെ കഥ എല്ലാവർക്കും എന്നും സങ്കടക്കണ്ണീരാണ്. എന്നാൽ സഹോദരങ്ങളുടെയും കുടുംബത്തിൻ്റെയും അന്നത്തിന് വേണ്ടി ഗൾഫ് നാടുകളിലെത്തിയ ആദ്യത്തെ ഗദ്ദാമ ആരായിരിക്കും? ഉരുവേറി കടൽ താണ്ടി കരയേറിയ പൂർവികർ, ഒരു മേഖല കണ്ടെത്തിയ ഭാഗ്യവാന്മാർ. ഒരു തുപ്പി കടലലകൾക്കിരയായി മരണം വാങ്ങി കര കണ്ടില്ല അവരും നിർഭാഗ്യവാന്മാർ. ഇവിടെയുമുണ്ട് പല ഭാഗ്യവാന്മാർ, പല ശ്രേണികൾ ഉയരത്തിലെത്തി. മിന്നുന്നത് മുഴുവൻ പൊന്നല്ലെന്നറിവ്, വൈകിയെത്തുന്ന വിവേകം. 110 100 മോഹം, അവസാനിക്കാത്തൊരു മോഹം. 110 100 മോഹം. മലപ്പുറം ജില്ലയിലെ സാധാരണക്കാരിയായ ആയിഷയ്ക്ക് ഭർത്താവ് അപകടത്തിൽപ്പെട്ട് കിടപ്പിലായപ്പോൾ കുടുംബം പുലർത്താൻ മറ്റു വഴികളില്ലാതായി. ഒരുപാട് ആലോചിച്ച ശേഷം അവൾ ദുബായിലേക്ക് വീട്ടുജോലിക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ ഒരു വലിയ അറബി കുടുംബത്തിലാണ് അവൾക്ക് ജോലി ലഭിച്ചത്. തുടക്കത്തിൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. അതിരാവിലെ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കുകയും പാചകം ചെയ്യുകയും കുട്ടികളെ നോക്കുകയും വേണം. എന്നാൽ ഇത്രയധികം ജോലി ചെയ്തിട്ടും അവൾക്ക് മതിയായ ഭക്ഷണം ലഭിച്ചിരുന്നില്ല. എങ്കിലും ഭർത്താവിന്റെയും മകളുടെയും മുഖം മനസ്സിലോർത്ത് അവൾ എല്ലാ കഷ്ടപ്പാടുകളും സഹിച്ചു. ഒരു ദിവസം ആയിഷയുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു വീട്ടുജോലിക്കാരി അവളോട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം അവർക്കും ആയിഷയ്ക്കും ഭാവിയിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവൾ മുന്നറിയിപ്പ് നൽകി. എന്നാൽ വിസ റദ്ദാക്കാൻ ആവശ്യമായ പണമില്ലാത്തതുകൊണ്ട് ആയിഷയ്ക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. ഒരു ദിവസം വീട്ടുടമസ്ഥന്റെ മകൻ ആയിഷയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടുന്നതിനിടയിൽ അവൾ താഴെ വീണു. വേദന കൊണ്ട് അവൾ അവിടെ കിടന്ന് കരഞ്ഞു. പിന്നീട് വിവരം പുറത്തറിയുകയും ചില സന്നദ്ധ പ്രവർത്തകർ ആയിഷയെ രക്ഷിക്കുകയും ചെയ്തു. ആദ്യ ദിവസങ്ങളിൽ വീട്ടുജോലികൾ എളുപ്പമാണെന്ന് അവൾക്ക് തോന്നി. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും ജോലിയുടെ ഭാരം കൂടി വന്നു. അവൾക്ക് ഭക്ഷണം കഴിക്കാനോ വിശ്രമിക്കാനോ മതിയായ സമയം ലഭിച്ചില്ല. വീട്ടുകാർ അവളെ ഒരു യന്ത്രം പോലെയാണ് കണ്ടത്. കഠിനാധ്വാനം ചെയ്തിട്ടും അവളുടെ ശമ്പളം കൃത്യമായി നൽകിയില്ല. ഇത് അവൾക്ക് വലിയ മാനസിക സംഘർഷമുണ്ടാക്കി. ഒരു ദിവസം ആയിഷയുടെ ഒരു സുഹൃത്ത് അവളുടെ ദുരിതത്തെക്കുറിച്ചറിഞ്ഞു. ആ സുഹൃത്ത് ഒരു സന്നദ്ധ സംഘടനയുമായി ബന്ധപ്പെട്ടു. വീട്ടിൽ ആയിഷ ദുരിതങ്ങൾ സഹിച്ചു ജീവിക്കുമ്പോഴും തന്റെ മക്കളുടെ നല്ല ഭാവിയെക്കുറിച്ചായിരുന്നു അവളുടെ സ്വപ്നങ്ങൾ. ജോലിയുടെ ഭാരം കാരണം അവൾക്ക് വിശ്രമിക്കാൻ സമയം കിട്ടിയില്ല. ഒരു ദിവസം വീട്ടുടമസ്ഥന്റെ മകൻ ആയിഷയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഇത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അവനിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടുന്നതിനിടയിൽ ആയിഷ താഴെ വീണു. അവളുടെ കൈകൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. വേദന സഹിക്കാനാവാതെ അവൾ നിലവിളിച്ചു. എന്നാൽ അവളുടെ കരച്ചിൽ കേട്ട് ആരും സഹായത്തിന് വന്നില്ല. ആരും തന്നെ സഹായിക്കാനില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾക്ക് വലിയ നിസ്സഹായത തോന്നി. അറബി വീട്ടിലെ ദുരിതപൂർണമായ ജീവിതം ആയിഷയെ ഒരു തടവുകാരിയെപ്പോലെയാക്കി. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അവളുടെ ലോകം ഒതുങ്ങി. പുറത്തേക്ക് പോകാൻ അവൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. അവശ്യസാധനങ്ങൾ വാങ്ങാൻ പോലും അവളെ പുറത്തുവിട്ടില്ല. എല്ലാ സൗകര്യങ്ങളും വീടിനുള്ളിൽ ലഭ്യമായതുകൊണ്ട് ആയിഷയ്ക്ക് പുറം ലോകവുമായി ബന്ധമില്ലാതെയായി. അറബിയുടെ മകൻ അവളെ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ അവളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലായി. ഭയന്ന് വിറച്ച അവൾ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടി. അവൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിഞ്ഞില്ല. തന്റെ അവസ്ഥ ആരെയും അറിയിക്കാനോ സഹായം തേടാനോ അവൾക്ക് കഴിഞ്ഞില്ല. ഫോൺ ഉപയോഗിക്കാനും അവൾക്ക് അനുവാദമുണ്ടായിരുന്നില്ല. താനൊരു ഇരുട്ടുമുറിയിൽ ഒറ്റപ്പെട്ടതായി അവൾക്ക് തോന്നി. ആയിഷയുടെ ദുരിതപൂർണമായ ജീവിതം അവളെ മാനസികമായി തളർത്തിയപ്പോൾ അവൾക്ക് 2 കൂട്ടുകാരികളെ ലഭിച്ചു. അവരിൽ ഒരാൾ ശ്രീലങ്കക്കാരിയും മറ്റൊരാൾ ഇന്തോനേഷ്യക്കാരിയുമായിരുന്നു. അവർ 3 പേരും ഒരേ വീട്ടിൽ വീട്ടുജോലിക്കാരായിരുന്നു. ഓരോരുത്തർക്കും അവരുടേതായ ദുരിതങ്ങളും കഥകളുമുണ്ടായിരുന്നു. ലതിക, ശ്രീലങ്കൻ ഗദ്ദാമ. ലതിക ശ്രീലങ്കയിൽ നിന്ന് വന്നതാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയാണ് അവൾ ഗൾഫിലെത്തിയത്. പക്ഷേ അവൾക്ക് അവിടെ മതിയായ ഭക്ഷണം ലഭിച്ചിരുന്നില്ല. വിശപ്പും കഷ്ടപ്പാടും കാരണം അവൾ എല്ലായ്പ്പോഴും ക്ഷീണിതയായിരുന്നു. വീട്ടുടമസ്ഥൻ അവളെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു. സുസി, ഇന്തോനേഷ്യൻ ഗദ്ദാമ. സുസി ഇന്തോനേഷ്യയിലെ ഒരു പാവപ്പെട്ട ഗ്രാമത്തിൽ നിന്നാണ് വന്നത്. അവൾക്ക് വീട്ടിൽ ചെറിയൊരു കുട്ടിയുണ്ട്. കുട്ടിയെ നന്നായി പഠിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ ഗൾഫിൽ ജോലിക്കെത്തിയത്.
പക്ഷേ വീട്ടുടമസ്ഥൻ അവളുടെ ശമ്പളം കൃത്യമായി കൊടുത്തിരുന്നില്ല. ശമ്പളം ചോദിക്കുമ്പോൾ വീട്ടുടമസ്ഥൻ അവളോട് മോശമായി പെരുമാറി. കൂടാതെ ശമ്പളം ചോദിച്ചാൽ അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒരുമിച്ചുള്ള പോരാട്ടം. ആയിഷ, ലതിക, സുസി എന്നിവർ തങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പരസ്പരം പങ്കുവച്ച് ആശ്വാസം കണ്ടെത്തി. തങ്ങൾ ഒറ്റക്കല്ലെന്നവർക്ക് മനസ്സിലായി. ഈ 3 സ്ത്രീകളും ഒന്നിച്ചുനിന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. ഷോപ്പിംഗിനുള്ള അനുവാദം. ഒരുപാട് ദിവസങ്ങളായി വീടിന് പുറത്തേക്ക് പോകാത്തതുകൊണ്ട് 3 പേരും മാനസികമായി തളർന്നിരുന്നു. അവർ വീട്ടുടമസ്ഥനോട് ഷോപ്പിംഗിന് പോകാൻ അനുവാദം ചോദിച്ചു. അവർക്ക് സ്വന്തമായി ചില സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ടെന്നും പുറംലോകം കാണാൻ ആഗ്രഹമുണ്ടെന്നും അവർ പറഞ്ഞു. ആദ്യം അറബി അവരെ പുറത്തുപോകാൻ അനുവദിക്കാൻ വിസമ്മതിച്ചു. എന്നാൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കണ്ടീഷനോടെ അവരെ പുറത്തുപോകാൻ അനുവദിച്ചു. 4 മണിക്കൂറിനുള്ളിൽ തിരികെ വീട്ടിലെത്തണം, അല്ലാത്തപക്ഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടിവരും എന്ന് അയാൾ പറഞ്ഞു. കൂടാതെ ഒരാൾക്ക് മാത്രമായി പുറത്തുപോകാൻ അനുവാദം നൽകിയില്ല, എല്ലാവരും ഒരുമിച്ചു പോകണം എന്നും കൂട്ടിച്ചേർത്തു. ഷോപ്പിംഗിന് പുറത്തേക്ക് പോകുമ്പോൾ 3 പേരും വലിയ ആശ്വാസം കണ്ടെത്തി. അവരുടെ മനസ്സിന് ഒരുപാട് സന്തോഷം ലഭിച്ചു. അവർക്ക് കുറച്ച് പണം കൈവശമുണ്ടായിരുന്നതുകൊണ്ട് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് തിരികെ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതിനുള്ള പണമോ രേഖകളോ ഉണ്ടായിരുന്നില്ല. അതിനാൽ അവർക്ക് തിരിച്ച് അറബിയുടെ വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വന്നു. അറബിയുടെ വീട്ടിൽ തടവുകാരെ പോലെ കഴിഞ്ഞിരുന്ന ആയിഷയ്ക്കും ലതികയ്ക്കും സുസിക്കും ഒടുവിൽ പുറത്തേക്ക് പോകാൻ അനുവാദം ലഭിച്ചു. വർഷങ്ങൾക്ക് ശേഷം പുറംലോകം കാണാനുള്ള അവസരം അവരെ വല്ലാതെ സന്തോഷിപ്പിച്ചു. 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന അവർ ഒരുപാട് കാലത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. റോഡിലൂടെ തുള്ളിച്ചാടി നടന്ന അവർ ചുറ്റുമുള്ള കാഴ്ചകൾ കൗതുകത്തോടെ നോക്കി. പുതിയ കാറുകൾ, വലിയ കെട്ടിടങ്ങൾ, വർണ്ണശബളമായ കടകൾ, ഇതൊക്കെ കണ്ടപ്പോൾ ആദ്യമായി ലോകം കാണുന്ന കുട്ടികളെപ്പോലെയായിരുന്നു അവരുടെ പ്രതികരണം. അവരുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. തങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരു നിമിഷത്തേക്ക് അവർ മറന്നു. തങ്ങൾ ആഗ്രഹിച്ച ജീവിതം എന്താണെന്ന് അവർ പരസ്പരം സംസാരിച്ചു. ഷോപ്പിംഗിന് ശേഷം സമയം തീർന്നപ്പോൾ അവർക്ക് തിരിച്ച് അറബിയുടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. എങ്കിലും ആ ദിവസത്തെ സന്തോഷം അവരുടെ മനസ്സിൽ ഒരുപാട് കാലം നിലനിന്നു. മടക്കയാത്ര. അറബിയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവർ ഓരോരുത്തരും നിശബ്ദരായിരുന്നു. ഷോപ്പിംഗ് കഴിഞ്ഞതിന്റെ സന്തോഷം അവരിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇനി വീണ്ടും അതേ ദുരിതങ്ങളിലേക്ക് മടങ്ങണമല്ലോ എന്ന ചിന്ത അവരെ വല്ലാതെ വിഷമിപ്പിച്ചു. ഓരോ ചുവടുവെപ്പിലും ആയിഷയുടെ മനസ്സ് കലുഷിതമായി. എന്താണ് തന്റെ ജീവിതം? എന്തിനാണ് താനിങ്ങനെയൊരു ദുരിതം അനുഭവിക്കുന്നത്? ചുമടെടുത്ത് ചോര തുപ്പി ഞാനൊരു നാൾ വീണു, ചുടുമണലിൽ തുള്ളിദാഹ ജലത്തിനായി കേണു. ചുമടെടുത്ത് ചോര തുപ്പി ഞാനൊരു നാൾ വീണു, ചുടുമണലിൽ തുള്ളിദാഹ ജലത്തിനായി കേണു. അടിമയെന്ന ഞാൻ വിസയിൽ തീരെഴുതിയതാലേ അവിടെ നിന്നും പോയൊരുക്കൽ ഞാനൊരു നാൾ ദൂരെ. അറബ് നാട്ടിൽ ഇവിടെ ഇന്ന് ഞാനുമെത്തി ഉമ്മ, അലകടലിലക്കരേക്ക് നാടെനിക്കോർമ്മ. അവൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം അവിടെ നടന്നു. വഴിയരികിൽ വച്ച് ആയിഷ തന്റെ പഴയ സുഹൃത്തായ അമീറിനെ കണ്ടു. അവനെ കണ്ടപ്പോൾ അവൾ ഒരുപാട് സന്തോഷിച്ചു. അമീറിനെ കണ്ടപ്പോൾ ആയിഷയ്ക്ക് കുട്ടിക്കാലത്തെ ഓർമ്മകൾ വന്നു. അവനെ കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കാരണം അവളുടെ ദുരിതങ്ങൾ ആരെയും അറിയിക്കാൻ കഴിഞ്ഞില്ല. അവൾ അമീറിനോട് സംസാരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അറബിയുടെ മകൻ അവരെ തടഞ്ഞു. ഇവളൊരു വീട്ടുജോലിക്കാരിയാണ്, പുറത്തുനിന്നുള്ളവരുമായി സംസാരിക്കാൻ അവൾക്ക് അനുവാദമില്ല എന്ന് അയാൾ അമീറിനോട് പറഞ്ഞു. ആയിഷയുടെ ദുരിതപൂർണമായ അവസ്ഥ മനസ്സിലാക്കിയ അമീർ അവളെ സഹായിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അമീറിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അറബിയുടെ മകൻ ആയിഷയെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റി. അവൾ കരഞ്ഞുകൊണ്ട് അമീറിനെ നോക്കി. തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അവൾ ആ നോട്ടത്തിലൂടെ അമീറിനെ അറിയിച്ചു. അറബിയുടെ മകൻ ആയിഷയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയപ്പോൾ അമീർ കാറിന്റെ നമ്പർ ശ്രദ്ധിച്ചു. കഴിയുന്നത്ര വേഗത്തിൽ അവൻ ആ കാറിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ തീരുമാനിച്ചു. അമീർ തന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കാറിന്റെ ചിത്രങ്ങളെടുത്തു. പിന്നീട് അവൻ കാർ ഓടിച്ചുപോയ ദിശ ശ്രദ്ധിച്ചു. അമീർ വേഗം തന്നെ ഒരു സുഹൃത്തിനെ വിളിക്കുകയും കാറിന്റെ നമ്പറും മറ്റു വിവരങ്ങളും അവന് കൈമാറുകയും ചെയ്തു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് അമീർ ആയിഷയെ സഹായിക്കാൻ തീരുമാനിച്ചു. അമീറിനെ കണ്ടപ്പോൾ ആയിഷയ്ക്ക് കുട്ടിക്കാലത്തെ ഓർമ്മ വന്നു. വർഷങ്ങൾക്ക് മുൻപ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു.
പരസ്പരം ഇഷ്ടത്തിലായിരുന്ന അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ആയിഷയ്ക്ക് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. അമീറിന് അത് ഒരുപാട് സങ്കടമുണ്ടാക്കി. അമീർ വേഗം തന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കാറിന്റെ ചിത്രങ്ങളെടുത്തു. ഷോപ്പിംഗ് കഴിഞ്ഞ് അറബിയുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ആയിഷയും കൂട്ടുകാരികളും ഭയന്നു വിറച്ചു. അറബിയുടെ മകന്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ തന്നെ അവർക്കെന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അറബിയുടെ മകൻ അവരെ കാറിൽ നിന്ന് ഇറങ്ങാൻ അനുവദിക്കാതെ അവിടെ തന്നെ നിർത്തി. അവൻ ആയിഷയോട് ദേഷ്യത്തോടെ ചോദിച്ചു, "നീ ആരെയാണ് റോഡിൽ വെച്ച് കണ്ടത്? അവൻ നിന്റെ ആരാണ്?" ഭയം കാരണം ആയിഷയ്ക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. മിണ്ടാതിരുന്നപ്പോൾ അയാൾ അവളെ കാറിനുള്ളിൽ വെച്ച് തന്നെ മർദ്ദിച്ചു. ആയിഷയുടെ കൂട്ടുകാരികളായ ലതികയും സുസിയും ഇത് കണ്ട് ഭയന്നുപോയിരുന്നു. അവരും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നിന്നു. അറബിയുടെ മകൻ ആയിഷയെ ബലം പ്രയോഗിച്ച് കാറിൽ നിന്ന് ഇറക്കി. അന്ന് രാത്രി ആയിഷയെ ഒരു മുറിയിൽ പൂട്ടിയിട്ടു. അവൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തില്ല. അവൾ ഭയന്ന് വിറച്ചു. താനിനി ജീവനോടെ ഇരിക്കുമോ എന്നുപോലും അവൾക്ക് സംശയമായി. ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആരും തന്റെ സഹായത്തിനെത്തില്ലെന്ന് അവൾ കരുതി. എന്നാൽ റോഡിൽ വെച്ച് കണ്ടുമുട്ടിയ അമീറിനെക്കുറിച്ച് അവൾ ഓർത്തു. തന്റെ ദുരിതങ്ങൾ അമീറിനോട് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ അവളെ സഹായിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അമീറിന്റെ സഹായത്തിനായി കാത്തിരിക്കുക എന്നതായിരുന്നു അവളുടെ ഏക പ്രതീക്ഷ. അവനെ എങ്ങനെയെങ്കിലും ബന്ധപ്പെടണമെന്നും തന്റെ ദുരിതങ്ങൾ അവനോട് പറയണമെന്നും അവൾ ആഗ്രഹിച്ചു. ഒരു കത്തെഴുതാൻ അവൾ തീരുമാനിക്കുന്നു. അമീറിനുള്ള കത്ത്. ആയിഷ രഹസ്യമായി ഒരു കടലാസും പേനയും കണ്ടെത്തി കത്തെഴുതാൻ തുടങ്ങി. അതിൽ അവൾ തന്റെ എല്ലാ ദുരിതങ്ങളും എഴുതി. തന്നെ അറബിയുടെ മകൻ ഉപദ്രവിക്കുന്നതും പുറത്തുപോകാൻ അനുവദിക്കാത്തതും ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതുമെല്ലാം അവൾ ആ കത്തിൽ വിവരിച്ചു. തനിക്ക് വീട്ടുജോലി നഷ്ടപ്പെട്ടാൽ പോലും പ്രശ്നമില്ലെന്നും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടെന്നും അവൾ എഴുതി. അമീർ അവളെ സഹായിക്കുമെന്ന് അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. താൻ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അവൾ വിശദമായി കത്തിലെഴുതി. കത്തെഴുതി കഴിഞ്ഞതിനു ശേഷം അത് എങ്ങനെ അമീറിന് കൈമാറണമെന്ന് അവൾ ചിന്തിച്ചു. അടുത്ത തവണ പുറത്തു പോകുമ്പോൾ ആ കത്ത് അവന് കൈമാറാൻ അവൾ തീരുമാനിച്ചു. പക്ഷെ അതിനൊരുപാട് കാലമെടുക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അബുദാബിലുള്ളോരെഴുത്തു വെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി. എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി. എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി. അബുദാബിലുള്ളോരെഴുത്തു വെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി. എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി. എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.